അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി കറികളൊക്കെ റെഡിയാക്കാറുണ്ട്. എന്നാൽ അതാ ഇതുപോലൊരു കറി ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. നമുക്ക് ഈ ഒരു വട്ടം കഴിച്ചാൽ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 12 വെളുത്തുള്ളി കേട്ടോ, അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കേട്ടോ. നമ്മൾ 1 കിലോ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ എത്രത്തോളം ഇഞ്ചിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് കണക്കായിട്ട് ഇഞ്ചി എടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരിക്കലും നിങ്ങൾ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കരുത്. നമുക്ക് വേണ്ടത് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ കറിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞ് അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചതച്ചെടുക്കണേ, അതിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാകും. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പേസ്റ്റ് അല്ല, എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കനിലോട്ട് 3 വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഞെരടി ഒന്ന് വേർതിരിച്ചെടുക്കുക. ഓരോന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചായിരിക്കുമല്ലോ നിൽക്കുക. അതൊക്കെ ഒന്ന് വേർതിരിച്ച് കൊടുക്കുക. ഇനി നമുക്കിതാ പെട്ടെന്ന് നമ്മളെ സൂപ്പർ കറി റെഡിയാക്കാനായിട്ട് പോകട്ടോ. കറി എന്ന് പറയുക, ഗ്രേവി എന്ന് പറയുക, നമ്മുടെ മലബാറി ചിക്കൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. നാവിലിങ്ങനെ വെള്ളം ഉറുത്, അത് കാണുമ്പോൾ തന്നെ അത്ര രുചിയാണ് കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ റെഡിയാക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്കൊരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പേസ്റ്റ് അല്ല കേട്ടോ, അതൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോയിൽ നമ്മൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ടിക്കുന്ന പാത്രം കണ്ടല്ലോ, ഈ ഒരു സ്റ്റാൻഡ്, ഇതിൻ്റെ ഒരു ഇതിനെത്ര വില, അതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരൊക്കെ കമൻ്റ് അയച്ചിരുന്നു. നല്ലതാണ് കേട്ടോ, എനിക്കിത് നല്ലതായിട്ട് തോന്നി. നമ്മളൊരു അലമാരയിൽ വെക്കുകയാണെങ്കിൽ ഇത് ഓരോന്നോരോന്ന് അടുക്കി പെറുക്കി ഒരുപാട് ആ തല തൊട്ട് ഈ തല വരെ കുപ്പികളായിരിക്കും അല്ലേ. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഒരു അരിപ്പ പോലെയാണ്, പൊടികളൊക്കെ യൂസ് ആക്കാനും പിന്നെ ചെറിയ ഹോളാണ് കേട്ടോ. നമുക്ക് ഏത് രൂപത്തിലാണെങ്കിലും ഇതെടുക്കാൻ ഈസിയാണ്. ഇതുപോലെയാണ് ഇത് ഓപ്പൺ ആക്കുക. നിറച്ച് കൊടുക്കാനും ഒക്കെ സിമ്പിളാണ് കേട്ടോ. ഇത് എവിടെയെങ്കിലും ഒരു മൂലയൊക്കെ വെച്ചാൽ മതി, നമുക്ക് സ്പേസും ലാഭിക്കാം കേട്ടോ. അപ്പോൾ 6 കേട്ടോ ഒന്നിലുണ്ടാവുക. 3 തട്ടായിട്ടാണുള്ളത്. ഇതിങ്ങനെ ഓരോന്നും തിരിച്ച് കൊടുക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിയെടുക്കാം. ഇതുകൊണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പാത്രം കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണല്ലേ. എന്തായാലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കാണാനും അതുപോലെ വാങ്ങാനൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ ഈ ഒരു കറി ടേസ്റ്റി ആവണത്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ അതുപോലെ തന്നെ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിൻ്റെ അളവ് കുറക്കണവർക്ക് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ കുരുമുളകൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് കേട്ടോ ഈ ഒരു കറിയിലോട്ടുള്ള മസാല എന്ന് പറയുന്നത്. നമ്മൾ ചേർക്കുന്ന പൊടികൾ ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ ഈ ഒരു പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഗ്യാസ് കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെക്കുമ്പോൾ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ആകെ കുളമാവും. പിന്നെ വേപ്പട്ടേക്ക് നോക്കിയിട്ടൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഒന്നെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ മുരിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ കനം കുറച്ചരിഞ്ഞ് വെച്ചിട്ടുള്ള 3 വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാലപ്പൊടികളിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളെ വലിയുള്ളി ഇതുപോലെ തന്നെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക.
അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായിരിക്കും ഇനിയിപ്പോൾ ഇത് വാടണോ മുരിയണോ എന്നൊക്കെ കേട്ടോ. ഒരുപാടങ്ങ് വാടൊന്നും വേണ്ട, ഒന്ന് ചൂടായിട്ട് കുഴഞ്ഞൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയമായി കിട്ടിയാൽ മതി. ഇതിലോട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. കുറഞ്ഞ തീര് വെച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കും. ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ ഉള്ളി അങ്ങനെ വാടുക, കളർ ചേഞ്ച് ആവുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, വാടണം കേട്ടോ. ഒരുപാട് അങ്ങ് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കരുത്, നന്നായിട്ട് ഇളക്കി തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ എല്ലാ ചിക്കനിലോട്ടും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന പോലെ തന്നെ ഒരു സ്പാച്ചുലയോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ചേർക്കാൻ മറക്കല്ല കേട്ടോ. നമ്മൾ എന്നാലേ ആ ഒരു ചിക്കനിലോട്ടൊക്കെ ഉപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി സമയം നമ്മൾ അടച്ച് വെക്കുമ്പോഴേക്കും ഈ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഇറങ്ങി വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നൊക്കെ വേവുമ്പോഴാണ് നമുക്ക് ഈ ഒരു കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഞാനതൊന്ന് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഇതുപോലെ ഇച്ചിരി സമയം 1-2 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിച്ചും കിട്ടും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് അടച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടല്ലോ ചിക്കന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അടിഭാഗത്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പച്ചവെള്ളത്തിലേറെ ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ. പക്ഷേ 1/2 കപ്പ് ചൂടുവെള്ളം കൂടിയൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കറിയിൽ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒന്ന് കുറച്ചെടുത്താൽ മതി. ഇത് ഒത്തിരി ചാറ് പോലെയല്ല കേട്ടോ ഇതുണ്ടാവുക, കുറഞ്ഞൊരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഇതുണ്ടാവുക. ഇതിൽ നമുക്ക് 2 പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടിയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കറി സൂപ്പറാവണത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇപ്പോൾ ചിക്കന് നല്ലോണം വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ വാങ്ങണില്ലാതെ ഏറ്റവും കുട്ടികൾക്കും ഇഷ്ടം ചിക്കൻ തന്നെ കഴിക്കാറല്ലേ. എന്നും ചിക്കനാകുമ്പോൾ മടുക്കും. മീനും ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും വാങ്ങിക്കഴിക്കാനായിട്ട് കുറേ മടിയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കി, അത്യാവശ്യം വെള്ളം ഒക്കെ ഉണ്ട്, നന്നായിട്ടൊന്ന് വേവട്ടെ. ഏകദേശം ഞാനിവിടെ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് വേവിച്ചിട്ട് തുറക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ആയി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേറെ വെള്ളം ഉണ്ടെങ്കിൽ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഉണ്ടല്ലോ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ചിക്കനൊന്നും വേണ്ടി വരില്ല. വയറ് നിറച്ച് ചോറായാലും എന്ത് കഴിക്കാനും ഇതിൻ്റെ ഇച്ചിരി ഗ്രേവി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അത്ര സൂപ്പർ ടേസ്റ്റാണ്, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയുള്ളി വെച്ചിട്ടൊരു ഇതുപോലെ തന്നെ ഒരു കറി റെഡിയാക്കിയിരുന്നു. മാഷാഅല്ലാഹ് ഒരുപാട് നല്ല ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു കേട്ടോ. കണ്ടല്ലോ എണ്ണയ്ക്ക് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് ഇതുപോലെ പച്ചയോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു കുഞ്ഞി പഴുത്ത തക്കാളി നോക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിച്ചപ്പ് ചേർക്കുന്നില്ല, കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു തക്കാളി അതുപോലെ തന്നെ വലിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു വലിയുള്ളിൻ്റെയും ഈ ഒരു തക്കാളിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറും. അതുവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്
നമുക്ക് ഗ്യാസ് ഓഫാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. സൂപ്പർ സാധനമാണ്. കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ ഒരു അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ചോറിൻ്റെ കൂടെയോ ഗീ റൈസിനോ ഇനിയിപ്പോൾ ബിരിയാണിക്കോ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോംബോ ആണ് ഈ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള വലിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഈ ഒരു ചിക്കനിലോട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേവിക്ക് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ പൊറോട്ടയുടെ കൂടെ ആയാലും നൈസ് പത്തിരിക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന ടൈമിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മൾ വല്യുള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയിട്ടുള്ളൂ കേട്ടോ, അത്രമാത്രം മതി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഗ്രേവിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ ഗ്രേവി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ, അത്ര രുചിയാണ്. നമ്മൾ ഒരുപാട് തക്കാളി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, ഒരു ചെറിയ പഴുത്ത തക്കാളി മാത്രമേ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കട്ട് ചെയ്തിട്ട്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിലേ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടാവും, വേണോ വേണ്ടതെന്നൊക്കെ എഴുതിയിട്ടില്ലേ. പലർക്കും പല മൈൻഡാണല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നഷ്ടങ്ങളൊന്നുമില്ല, നിങ്ങളത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കിട്ടോ. അപ്പോൾ അതാ നമ്മളെ ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോംബോ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തു, പിന്നെ ഒരു 10 മിനിറ്റ് കൂടെയൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. ഇനി പലർക്കും ഇത് കുക്കറിൽ ചെയ്യാൻ പറ്റുമെന്ന് കരുതും. കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. 1-2 വിസിൽ വരെ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ബാക്കി കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും, ഒരുപാട് ഗ്യാസും കളയണ്ട. അപ്പോഴും നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ കുക്കറിലൊക്കെ വെള്ളം വെക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ വരെ എല്ലാവരോടും